ഞങ്ങൾ ഈ നത്തകുനിയിലെ കണ്ട കാഴ്ച നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. അവിടെയുള്ള ആളുകളുടെ പ്രതികരണം കിട്ടൂ. നമ്മൾ ഈ പുനരധിവാസത്തിന് വീടുണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് നത്തംകുനിയിലെത്തിയത്. എന്താണ് സാഹദ് നത്തംകുനിയിൽ സംഭവിച്ചതെന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? അതിന്റെ പ്രൊജക്ട് തീർന്നില്ല, നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 200 ചില വീടുകളാണ് ടോട്ടൽ അവിടെ വരുന്നത്. അതിന്റെ ഓരോ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ആളുകൾ അവിടെ താമസിച്ചിട്ടില്ല. വ്യത്യസ്ത പഞ്ചായത്തിൽ നിന്നുള്ള ഗുണഭോക്താക്കളല്ല. മേപ്പാടി പഞ്ചായത്ത് മാത്രമല്ല, മുപ്പൈനാട്, മുട്ടിൽ പഞ്ചായത്ത്, കണിയാമ്പറ്റ, അതുപോലെ 140 വീടുകളുണ്ടല്ലോ അല്ലേ? ഒരു വർഷമായി ഇത് അവിടെ ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ച് വീട്ടു നമ്പർ ഈ ST വിഭാഗത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അന്നത്തെ മഴയുടെ സാഹചര്യം വന്നത് താമസിച്ചാണ് ഇവരാവശ്യപ്രകാരം. അതിന് കുടിവെള്ളത്തിന്റെ വർക്കാണ് നടക്കുന്നത്. സാറ് കണ്ടിട്ടുണ്ട്, അവരെ റിപ്പോർട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതെ, കോടി ജില്ല അവിടെ ഒന്നും നടക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതായത് അവർക്ക് 2 പ്രശ്നങ്ങൾ. ഒന്ന്, കൃഷി യോഗ്യമായ സ്ഥലമല്ല. രണ്ടാമത്തത്, അവിടെ റോഡില്ല. മൂന്നാമത്തത്, അവർക്ക് താഴെയുള്ള ഒരു കിണറ്റിൽ നിന്നാണ് വെള്ളം കോരിക്കൊണ്ട് വരേണ്ടത്. 5, അതിലുള്ള 109 വീടുകളോളം ബാക്കി എല്ലാം ഉണ്ടാക്കി അവിടെ അടച്ചിട്ടിരിക്കുക. അതിന് ഗുണഭോക്താക്കൾ വരാത്ത വിഷയമുണ്ട്. രണ്ടാമത് വർക്ക് കഴിഞ്ഞിട്ടില്ല, കുടിവെള്ളത്തിന് വർക്ക് തീരുന്നേ ഉള്ളൂ. റോഡിന്റെ ഫണ്ട് ഇത് തുടങ്ങിയത് എന്നായിരിക്കും സഹദ്? 1 വർഷം കഴിഞ്ഞല്ലോ. എത്രയാ? അടുത്തിടെ തുടങ്ങി. മറ്റേ മണ്ണ് സംരക്ഷണ സമിതിയാണ് അതിന്റെ ആധികാരികമായിട്ട് ചെയ്ത ആൾക്കാർ. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അവരാണ് വർക്ക് എടുത്തത്. മണ്ണ് സംരക്ഷണ സമിതിയിലെ സോയിലിന്റെ അവരാണ് അത് നിർമ്മാണം നടത്തിയത്. അല്ലെങ്കിൽ സർക്കാർ ഫണ്ടല്ലേ ഇത്? അതെ, സർക്കാർ ഫണ്ടാണ്. ആ ഡിപ്പാർട്ട്മെന്റാണ് വർക്ക് നടത്തിയെന്ന് പറയാം. മണ്ണ് സംരക്ഷണ സമിതിക്കാരാണ് നടത്തിയത്. പക്ഷെ ഇതിന് പഞ്ചായത്തിൽ ഇതിന്റെ പ്ലാനൊന്നും കൊടുത്തിട്ടില്ല. അതിനകത്ത് പദ്ധതി, സർക്കാർ പദ്ധതിയാണ് അതിനകത്തുള്ളത്. പണി പൂർത്തീകരിച്ച ശേഷം മാറാൻ ഇപ്പൊ നമ്മൾ പുത്തുമല സാറ് കണ്ടത് വീടിന് അതാണ് അവർക്ക് പട്ടയം കൊടുത്തു. ഗവർണറുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്തിട്ട് ഓരോ വ്യക്തികൾക്കും ഇവരുടെ പേരിൽ ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ ഈ വീടുകൾ? ആധികാരികമായിട്ട് രേഖ കൊടുത്തിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ടില്ല. അതല്ലാതെ ഇവരെ കൊണ്ട് താമസിപ്പിക്കുകയായിരുന്നോ? അവര് വ്യത്യസ്തമായിട്ടുള്ള കോളനികളിലും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അല്ല, എന്റെ സംശയം അതല്ല. ഈ അവിടെ വൈദ്യുതി എത്തിയിട്ടുണ്ട്, താൽക്കാലികമായ കണക്ഷൻ ആണോ അത്? തന്നെയാണ്. ബാക്കിയുള്ള ഇപ്പൊ ഈ 109 വീടുകളിൽ സമാന അവസ്ഥയാണ്. അത് അടച്ചിട്ടിരിക്കുകയാണ്. അത് പഴയ പോവില്ലേ ഈ 1 വർഷം കൊണ്ട്? 1 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഗുണഭോക്താക്കൾ വരാത്ത സാഹചര്യമുണ്ട്. ചില ആളുകൾക്ക് മലന്റെ മുകളിൽ ഷെഡ് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്ക് 2 വീടുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർ അതിന്റെ ഭാഗമായിട്ടാണ്. അല്ല, 109 വീടുകൾ, അടച്ചിട്ട വീടുകൾ, അത് നശിച്ചു പോയാൽ എന്ത് ചെയ്യും? ഇപ്പൊ സർവന്മാര് കുടിവെള്ളം വേണ്ട അവർക്ക്. അല്ല, ആ വീട് വൈദ്യുതി എത്തുന്നതിന് മുമ്പ് കുടിവെള്ളം ഉറപ്പാക്കണ്ടേ? എന്നിട്ടല്ലേ നമ്മൾ കെട്ടിടം പണി തുടങ്ങാൻ പറ്റൂ? അല്ല പക്ഷേ സാർ, ഒരു വർഷമായി 109 വീടുകൾ അടച്ചിട്ടിരിക്കുകയല്ലേ? 1 വർഷം വേണമോ ഈ 109 വീടുകളിലേക്ക് വെള്ളം എത്തിക്കാൻ? ഫണ്ട് വിനിയോഗിച്ചത് സോയിലിന്റെ ആൾക്കാർ. ഇപ്പൊ അവസാന സമയത്താണ് ആദ്യം ഒരു ഫണ്ട് വെച്ചു. ആ ഫണ്ട് തികയാത്തിന്റെ ഭാഗമായിട്ട് സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തു. വീണ്ടും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പൊ കിട്ടിയുള്ളൂ. അല്ല, ഇനിയിപ്പോ അവിടെ ഇപ്പോൾ ഒരു നിമിഷം ദീപക് നമുക്കൊപ്പം ഉണ്ട്. ദീപക്, അവിടെ ഇപ്പോൾ വെള്ളം വിതരണത്തിനുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്, അങ്ങനെയാണോ? അരുൺകുമാർ, കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ എത്തി, അന്ന് നമ്മളിവിടെ വാർത്ത ചെയ്തിരുന്നു. അന്ന് ഏറ്റവും ഇവർ അനുഭവിച്ചൊരു പ്രശ്നം വെള്ളമില്ല എന്നാണ്. അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന റോയ് ചേട്ടനാണ് ഇപ്പോഴുള്ളത്. റോയ് ചേട്ടാ, അന്ന് കുഴൽക്കിണർ അടിക്കാൻ വന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ എന്തായിരുന്നു? കുഴൽക്കിണർ അടിക്കാൻ സാധാരണ ഒരു കുഴൽക്കിണർ 300 അടി താത്തണമെങ്കിൽ ഒരു ദിവസത്തിന്റെ മേലെ വേണ്ട. ഇവിടെ ആ കുഴൽക്കിണർ അടിക്കാൻ ഒരു 3 ആഴ്ചന്റെ മേലെ എടുത്തു. ഞാൻ ഒരു ദിവസം ഇവിടെ വന്നു നോക്കുമ്പോൾ മോട്ടോർ ഓൺ ആക്കിയിട്ട് താത്തി ഇത് അവിടെ വെച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് എവിടെ ഇരിക്കുകയാണ്? ഷെഡിലിരിക്കുകയാണ്. ഞാൻ അതിന്റെ 3 മണിക്കൂറോളം നിന്ന് അതിന്റെ വീഡിയോ എടുത്തു. ചാനലിൽ കൊടുക്കണം എന്ന് വെച്ചിട്ടൊക്കെ ഞാൻ എടുത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തിനാ നമ്മൾ ഒരാളെ നാട് നന്നാക്കാൻ നിന്നാൽ നന്നാവില്ല, എന്നിട്ട് ഞാൻ ഒഴിവാക്കിയതേ. എത്ര തവണ കുഴൽക്കിണർ അടിച്ചു? 2 പ്രാവശ്യം കുഴൽക്കിണർ. വെള്ളം കിട്ടിയോ? ഇപ്പൊ ഒന്നില് കുറച്ച് വെള്ളം കിട്ടിയെന്ന് പറയുന്നത്, പിന്നെ അതിന്റെ ഒരു വിവരമില്ല. അടുത്തതിൽ ഒന്നില് അടിച്ച് അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ രണ്ടാമത്തെ അടിച്ച് അതിനകത്തേക്ക് PVC ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ അവരാ ഉപയോഗം ചെയ്തു. ആ സമയത്ത് കൃത്യമായിട്ട് അവർ എടുത്തിട്ടില്ല.
അരുൺകുമാർ, വെള്ളമുണ്ടോ ഇതാണ് അവസ്ഥ. എന്നുള്ള ചോദ്യത്തിനുള്ള മനസ്സിലായി. ഉത്തരം പ്രേക്ഷകർക്ക് മനസ്സിലായി. ഒരു വർഷമായി ഒരു വീട് നിർമ്മിക്കാൻ പോകുമ്പോൾ അവിടേക്ക് വെള്ളമുണ്ടോ, റോഡുണ്ടോ, അവിടേക്ക് വൈദ്യുതി കണക്ഷൻ എത്തുമോ, ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാതെ കെട്ടിടം പണിയുക. എന്നിട്ട് ഒരു വർഷമായി കെട്ടിടം അടച്ചിട്ട് പറയുക വെള്ളം നാളെ വരും, വെള്ളത്തിന് പണി നടന്നുകൊണ്ടിരിക്കുക, പൂർത്തിയായിട്ടില്ല. പൂർത്തിയാകാത്ത പദ്ധതികൾ ആർക്കും ഈ നാട്ടിൽ വേണ്ട സാർ. പൂർത്തിയാക്കുന്ന പദ്ധതികളാണ് നമുക്ക് ആവശ്യം. അതാണ് കാരണം. ചോദിക്കാനും പറയാനും ആളുകളില്ല. നേരത്തെ പറഞ്ഞിട്ടില്ലേ, അവിടെ ബോർവെൽ അടിക്കാൻ ഒരു വർഷം മുമ്പ് ഇറങ്ങിയതാ, ഇതുവരെ അടിച്ചു തീർന്നിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ബോർവെൽ അടിക്കാൻ ഒരു വർഷം എടുക്കുന്ന ഒരു നാടാണ് നമ്മുടേത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രേക്ഷകർ ശ്രദ്ധിക്കുക. റിപ്പോർട്ടർ ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെയുണ്ട്. അതിന് ഉത്തരം നമുക്ക് കിട്ടുക മാത്രമല്ല, ആ വീടുകൾ തുറന്നു കൊടുക്കുകയാണ് നമ്മുടെ ആവശ്യം. ദുരിതം അനുഭവിക്കുന്ന നിരവധി ആളുകൾ ക്യാമ്പിലുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സമഗ്ര പുനരധിവാസ പദ്ധതിയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് നടത്തേണ്ടത്. 109 വീടുകൾ തൊട്ടടുത്ത് കിടപ്പുണ്ട്. നമ്മുടെ സിനിമയിൽ മോഹൻലാലൊക്കെ പറയുന്നത് തൊട്ടടുത്ത് ഇത് കിടക്കുമ്പോൾ നിങ്ങൾ വേറെ അന്വേഷിച്ച് പോകുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. പക്ഷേ എന്താണ് സർക്കാർ തൊടാൻ പറ്റാത്തത്? അവിടെ പോയാൽ വെള്ളം ചോദിക്കുന്ന നാട്ടുകാർ ഈ പാവപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പോലല്ല, ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ചൂരൽമലയിലുള്ളത്. സാംസ്കാരിക പ്രബുദ്ധരാ. അവരെ കൊണ്ട് താമസിപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചോദ്യം ചോദിക്കും. അത് ഭയന്നിട്ടാണോ എന്നറിയില്ല. ആ വീട് എന്തായാലും നിലവിൽ ഉൾപ്പെടുത്തിയില്ല. IC ബാലകൃഷ്ണൻ ഇന്ന് ഇപ്പോൾ ആ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ആ വീടുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കാൻ. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ ഗുണഭോക്താക്കൾക്ക് അത് കൊടുക്കുക, താൽക്കാലികമായി അവർക്ക് ആ വീട് നൽകുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വഴി. തീർച്ചയായും റിപ്പോർട്ടറിൻ്റെ അന്വേഷണം തുടരുകയാണ്. ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന പരാതികൾ അതൊന്നും നമ്മൾ പർവ്വതീകരിച്ച് കാണിക്കാനില്ല. പക്ഷേ ഇത് പോയി കാണുന്ന കാഴ്ച നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും.